ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇന്ന് മാങ്ങ വെച്ച് നമുക്കൊരു ജാം ഉണ്ടാക്കാം. മാങ്ങ വെച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പം അത് വെച്ച് നമുക്ക് ഒരു ജാം ഉണ്ടാക്കും. അതിനുവേണ്ടി ഞാൻ 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ നമുക്ക് മിക്സിയിലെ ജാറിലോട്ടിട്ട് അതിനെ ആ 4 പഴുത്ത മാങ്ങയും ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ പിന്നെ അത് വറ്റിച്ചെടുക്കാൻ പാടാം. അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. മാങ്ങ പഴം അരച്ചത് ഞാനൊരു പാനിലോട്ട് ഒഴിച്ചിട്ട് പാൻ കത്തിച്ച് ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഒരു നാരങ്ങയുടെ നീരും ഇതിന് ആവശ്യമാണ്. അതും എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മധുരമുണ്ട്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം മധുരമുണ്ട്. ഈ മധുരം മുന്നേ നിൽക്കണം, ജാമല്ലേ. മധുരം പോരായിരുന്നു, കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാം. അതിൽ നിന്ന് മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇനി ഇടത്തരം തീയിലിട്ടേ വെക്കാവൂ, അല്ലെങ്കിൽ നമുക്കിനെ പൊട്ടിത്തെറിക്കും. ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഭയങ്കര മധുരമായിപ്പോയി, അപ്പം മധുരവും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൊടുത്തു. നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേറൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും അതിനകത്ത് ചേർക്കുന്നില്ല, കേടുകൂടാതിരിക്കാൻ നമ്മൾ. അതുകൊണ്ട് കുറച്ച് നാരങ്ങ, ഒരു നാരങ്ങയുടെ നീര്. മാങ്ങയുടെ ജാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. തവിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരിപാടി. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. മാംഗോ ജാം റെഡിയായിരിക്കുകയാണ്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറുമ്പോൾ നമുക്ക് ഏത് കണ്ടെയ്നറിലാണോ വേണ്ടത് അതിൽ ഗ്ലാസ് ബൗളിലോട്ട് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. കൊച്ചുങ്ങൾക്ക് നല്ലതായിരിക്കും. ഇവിടെ ജാം റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഈ ബ്രെഡും കൂട്ടി കഴിക്കാം. മാംഗോ ജാം ബ്രെഡിനകത്ത് പെരട്ടി. ഇനി നമുക്ക് കഴിച്ചു വെക്കാമല്ലോ. അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റ ഓൾ ഫ്രണ്ട്സ്, ബൈ ബൈ.